ദിവസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഉയർന്ന ജീവിത രീതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദിവസങ്ങളാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് കർത്താവിനോടൊത്തുള്ളൊരു വാസം എന്നാണ്. യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലെ സഭ നോമ്പ് നോൽക്കേണ്ട ആവശ്യമുണ്ടോ? നോമ്പിൽ ഉപവാസമുണ്ട്, അല്ലേ? ഉപവാസമുണ്ട്. ഉപവസിച്ചാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത്. കുറച്ച് ഭക്ഷണ സാധനങ്ങൾ മാത്രം മാറ്റിവെക്കാതെ ഉപവസിക്കണം. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴന്മാർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എല്ലാ വിശുദ്ധ കുർബാനയിലും കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും തിരുരക്തം കുടിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാവണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കർത്താവിനെ കൂടെ കൊണ്ട് നടക്കുന്നവൻ, അല്ലെങ്കിൽ കർത്താവ് കൂടെ നടക്കുന്നവൻ എന്നാണ് അർത്ഥം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. അല്ലാതെ കുറെ ദാനധർമ്മം ചെയ്യുകയും പള്ളിയിലെ ആക്ടിവിറ്റീസിലെല്ലാം പങ്കെടുക്കുകയും പ്രാർത്ഥനാങ്ങളിലെല്ലാം പോവുകയും ദിവസം 7 നേരം പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന കാണുകയും അനുഭവിക്കുകയും പള്ളി ട്രസ്റ്റിയാകുകയും വികാരിയാകുകയും ഭദ്രാസനത്തിന്റെ അധിപനാകുകയും ഒക്കെ ചെയ്യുന്നത് കർത്താവ് കൂടെ നടന്നിട്ട് വേണം. ഇതൊന്നുമില്ലാതെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. കർത്താവിന്റെ സാന്നിധ്യം ഇല്ലാതെ എനിക്ക് കുർബാന എല്ലാം പറ്റില്ലേ? പറ്റും. കർത്താവില്ലാതെ എനിക്ക് ദേവാലയത്തിൽ വരാൻ പറ്റില്ലേ? പറ്റും. പ്രയോജനമില്ലാതായി പോകും. ഉപവാസം എന്ന് പറയുന്നത് ഉപവയിൽ വസിക്കുക, കൂടെ നടക്കുക എന്നുള്ളതാണ്. പക്ഷേ പുതിയ നിയമത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത്? അപ്പോൾ പഴയ നിയമത്തിലെ ഉപവാസവും പുതിയ നിയമത്തിലെ ഉപവാസവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ മോശ ഉപവസിച്ചു, യോശുവ ഉപവസിച്ചു, പ്രവാചകന്മാർ ഉപവസിച്ചു, എസ്രാ നെഹമ്യാ ഒക്കെ ദേവാലയം പണിയുമ്പോൾ ഉപവസിച്ചു, എസ്തേർ ഉപവാസം പ്രഖ്യാപിച്ചു. എന്തിനേറെ പറയുന്നു, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ ദുഷ്ടസ്ത്രീയായ ഇസബേൽ വരെ ഉപവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെ പിതാക്കന്മാർ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഞാനത് പ്രമിയം സദറ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. ആ വാക്കെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ ഇതെന്താണ് ഈ വാക്കിങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. ആ വാക്കിതാണ് ദുഷ്ട ഉപവാസം. എന്നിട്ട് താഴോട്ട് ആ പിതാക്കന്മാർ പ്രാർത്ഥനയിൽ എഴുതിയിരിക്കുകയാണ്, കർത്താവെ, ഇസബേലിന്റെ ദുഷ്ട ഉപവാസം പോലെയല്ല നിന്നെ പ്രീതിപ്പെടുത്തുന്ന സ്നേഹത്താലുള്ള ഉപവാസത്താൽ ഞങ്ങളെ നിന്നോട് ഐക്യപ്പെടുത്തിക്കൊള്ളണമേ എന്ന്. അപ്പോൾ പഴയ നിയമത്തിലെ ഉപവാസവും പുതിയ നിയമത്തിലെ ഉപവാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ എല്ലാവരും ഉപവസിച്ചത് ഒരു ജഡീകമായ ലോകപരമായ ഒരു കാര്യം നേടിയെടുക്കുവാനുള്ള ഉപാധിയായിട്ടാണ്. ഞാൻ എന്താണ് പറഞ്ഞത്? പഴയ നിയമത്തിൽ ഉപവാസം അനുഷ്ഠിച്ചത് ലോകത്തിലെ ഒരു കാര്യം നേടിയെടുക്കുവാനുള്ള ഉപാധിയായിട്ടാണ്. ഇപ്പോൾ എസ്തേർ ഉപവസിച്ചു. എന്തിനാണ്? യഹൂദന്മാരിൽ നിന്ന് യഹൂദന്മാർക്ക് രക്ഷയുണ്ടാകുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ രാജാവിന്റെ മനസ്സ് മാറുവാൻ വേണ്ടി. എസ്തേർ രാജ്ഞി രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ സമയത്തിന് മുമ്പേ ചെല്ലുന്നതാകിയാൽ രാജാവ് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയമുണ്ട്. സ്വീകരിച്ചില്ലേ കൊന്നുകളയും. പക്ഷെ യഹൂദന്മാർ രക്ഷയ്ക്ക് വേണ്ടി സമയത്തിന് മുമ്പേ കൊട്ടാരത്തിലേക്ക് ചെന്നെങ്കിലേ പറ്റത്തുള്ളൂ. മോർദെഖായി ഇവിടെ നിർബന്ധം പിടിക്കുകയാണ്. എസ്തേർ പറഞ്ഞൊരു കാര്യം ചെയ്യും, എല്ലാവരും 3 ദിവസം
ഉപവസിക്കുക, ഞാൻ ഉപവസിക്കാം, എന്നിട്ട് കൊട്ടാരത്തിലേക്ക് ഞാൻ കയറി ചെല്ലാം. സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് കയറി ചെന്നപ്പോൾ രാജാവ് ചെങ്കോൽ നീട്ടി അവളെ സ്വീകരിക്കുകയാണ്. ഉപവാസത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. മോശെ ഉപവസിച്ചു. അമാലേക്കിനോടും മറ്റ് ശത്രുക്കളോടൊക്കെ യുദ്ധം ചെയ്യുവാനായിട്ട് മോശെ ഉപവസിച്ചു. യോശുവ ഉപവസിച്ചു. എസ്ര ദേവാലയം പണിക്ക് വേണ്ടി ഉപവസിച്ചു. പണിപൂർത്തിയായി. ഒരു കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉപവാസം. പുതിയ നിയമത്തിൽ കർത്താവ് കൂടെ ഉള്ളപ്പോൾ കാര്യം ലക്ഷ്യം വയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പുതിയ നിയമത്തിൽ നമ്മൾ ഉപവസിക്കുന്നത് ഒരു കാര്യലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കരുത്. അത് ഉപവാസമല്ല. പിന്നെന്തിനു വേണ്ടിയായിരിക്കണം? കർത്താവിനോടുള്ള സ്നേഹം കാരണം ലോകത്തിലെ പല സംഗതികളോടും നമുക്ക് സ്നേഹമില്ലാതെ വരുന്ന അവസ്ഥയാണ് ഉപവാസം. ഭക്ഷണം, ആഡംബരം, ലൗകിക സുഖങ്ങൾ, ജഡീകപരമായ ആനന്ദം, കണ്ണിൻ്റേത്, മൂക്കിൻ്റേത്, നാക്കിൻ്റേത്, ചെവിയുടേത്, ത്വക്കിൻ്റേത്, ഈ ആനന്ദം അകത്തെ ഇന്ദ്രിയങ്ങൾക്കുള്ള ആനന്ദമായിട്ട് മാറ്റുമ്പോൾ പുറത്തെ ഇന്ദ്രിയങ്ങളുടെ സുഖം നമ്മൾ പോലും അറിയാതെ ത്യജിച്ചു പോകുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ. അത് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചാൽ നമ്മൾ ചെയ്തു പോകുന്നതാണ്, ചെയ്യുവാൻ വേണ്ടി ചെയ്യുന്നതല്ല. കർത്താവ് മാതൃകയായിട്ട് കാണിച്ചു തന്നിട്ടുമുണ്ട്. അവൻ ഭക്ഷണത്തെ മാറ്റി നിർത്തിയപ്പോൾ അവൻ പരിശുദ്ധാത്മാവിനോട് കൂടെയായിരുന്നു, പിശാചിനോട് യുദ്ധം ചെയ്ത് ജയിക്കുകയുമായിരുന്നു. ഇതൊരായുധമാണ്. ഉപവാസം ഒരു ആയുധമാണ്. ആയുധം നമ്മൾ ഒന്ന് കൂടുതൽ ഉറച്ച് മിനുസമാക്കുന്ന ദിവസങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പ്രവേശിക്കുവാൻ പോകുന്നത് കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്കാണ്. കഴിഞ്ഞ 2 ധ്യാനചിന്തകളിലായിട്ട് നമ്മൾ ഈ ജനന പെരുന്നാളിൻ്റെ പ്രാധാന്യം അറിഞ്ഞോ അറിയാതെയോ ഇപ്പോൾ തന്നെ ഇത് വന്നുകൊണ്ടേയിരുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വംശാവലിയും കർത്താവിൻ്റെ ജനനവും സംബന്ധിച്ചുള്ള മർമ്മങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവിക മർമ്മങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയായിരുന്നു മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ പഠിച്ചത്. നിങ്ങൾ എന്തെങ്കിലും അതിൻ്റെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓർമ്മയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഭാരപ്പെടണ്ട. നമ്മൾ ഈ കേൾക്കുന്ന വചനം ബുദ്ധിയിൽ ഓർത്തിരിക്കാൻ വേണ്ടിയല്ല, ഇത് ആത്മാവിൽ പതിയുവാൻ വേണ്ടിയാണ്. സമയമാകുമ്പോൾ അതെല്ലാം വന്നുകൊള്ളും. ഞാനീ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കുറച്ച് ഗഹനമാകിയാൽ നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധ വെച്ച് ഇരിക്കണം. കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ, അതായത് മത്തായിയുടെ സുവിശേഷം എടുത്തപ്പോൾ ഒറ്റ വാക്കാണ് നമ്മൾ പഠിച്ചത്. ഒറ്റ വാക്യം. ആ വാക്യം ഏതാണെന്നറിയാമോ? ഇതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ, നിങ്ങളൊന്ന് കേൾക്കണം വല്ലപ്പോഴും. തോരനൊക്കെ അരിയുമ്പോഴേ ഇതിയുമ്പോൾ വെച്ചോണ്ടിരുന്നാൽ മതി. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ അയലോക്കക്കാരുടെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന് നമുക്കൊരു സന്തോഷം കിട്ടുമ്പോൾ ഇത് നമുക്കൊരു ശീലമാണ്. കർത്താവിനെ പറ്റി കൂടുതൽ അറിയണമെന്നും കേൾക്കണമെന്നും നമുക്ക് തോന്നും. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ലഭിച്ചാൽ ക്രിസ്തുവിനോട് സ്നേഹം വരും. എന്താണ് ഞാൻ പറഞ്ഞത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഇതില്ലാതെ പോയി എല്ലാവർക്കും. പാശ്ചാത്യവൽക്കരണം സഭയിലേക്ക് കുതിച്ചു കയറിയപ്പോൾ ക്രിസ്തുവിനെ പറ്റി അറിയുവാനല്ല, ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുവാനാണ് നമുക്ക് താല്പര്യം. നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി, രോഗസൗഖ്യം, കഷ്ടപ്പാട് നീങ്ങൽ, ആഡംബര ജീവിതം, അനുഗ്രഹിക്കുന്ന ദൈവം, ഇത് മാത്രം പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സുവിശേഷത്തിലേക്ക് ലോകം അധപ്പതിച്ചു പോയപ്പോൾ സങ്കടത്തോടുകൂടി പറയട്ടെ, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിലുള്ളവരും അതിൻ്റെ ഭാഗവാക്കായി പോയിട്ടുണ്ട്, സുവിശേഷകർ ഉൾപ്പെടെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ ഇപ്പോൾ അവരെ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രീതിയിലുള്ള സുവിശേഷത്തെ കോമ്പീറ്റ് ചെയ്യുവാൻ വേണ്ടി ആ രീതിയിൽ നമ്മൾ
പ്രകടനങ്ങൾ നടത്തുന്ന പോലെ ആയി പോകുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? മാനസാന്തരം ഉണ്ടാവുന്നില്ല. നല്ല സൂപ്പർ പ്രസംഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ആര് മാനസാന്തരപ്പെട്ടു? ഞാൻ തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം. കൺവെൻഷൻ പ്രസംഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. പക്ഷെ എന്തുകൊണ്ടാണ് പൗരസ്ത്യ ദർശനത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടാത്തത്? ഇതിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് പാശ്ചാത്യ ദർശനത്തിൽ ക്രിസ്തുവിൽ നിന്ന് എന്ത് ഇങ്ങോട്ട് നേടണം എന്നുള്ള കാര്യം മാത്രം പഠിപ്പിക്കുമ്പോൾ പൗരസ്ത്യ ദർശനത്തിലെ പിതാക്കന്മാർ എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത. ഈ ലോകത്തിൽ എന്ത് എനിക്ക് നേടും എന്നുള്ളത് അവരുടെ തലയിലില്ലത്. അങ്ങനൊരു സാധനം ഇല്ല. കർത്താവ് തരുന്നത് മതി. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവൻ പരീക്ഷയിലും കെണിയിലും കുടുങ്ങിയിട്ട് മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാനിടയാകുന്ന ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുമെന്ന് 1 തീമോത്തിയോസ് 6:5 ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക. 1 തീമോത്തിയോസ് 6-ാം വായിച്ചോളൂ. 1 തീമോത്തിയോസ് 6-ാം ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും. അടുത്ത വചനം കൂടെ വായിച്ചു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല. പണത്തിന് അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട്. മണി ഷുഡ് ബി യുവർ സെർവന്റ്, ഇറ്റ് ഷുഡ് നോട്ട് ബി യുവർ മാസ്റ്റർ. പണത്തിന്റെ പുറകെ പോകരുത്. പോയാൽ അത് നിങ്ങളെ ചതിക്കും. എന്നാൽ അതിനെ ഉപേക്ഷിച്ചാൽ അത് ആവശ്യമുള്ളിടത്തെല്ലാം അത്യധികമായി നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം ആമുഖമായി പറഞ്ഞുകൊണ്ട് ക്രിസ്തുമസിൻ്റെ ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ നിർബന്ധമായി മാൻഡേറ്ററി ആയിട്ട് ജനിക്കണം. വിശുദ്ധ ആരാധനയിൽ ക്രിസ്തുമസിൻ്റെ അന്ന് പങ്കെടുക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൽ നിറയണം. മാതാവിൽ നിറഞ്ഞതുപോലെ, എലിസബത്തിൽ നിറഞ്ഞതുപോലെ, സക്രിയായിൽ നിറഞ്ഞതുപോലെ, യോഹന്നാൻ സ്നാപകൻ തുള്ളിയതുപോലെ ആ വലിയ പെരുന്നാളിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിറയണമേ എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ ഈ 25 ദിവസവും നമുക്ക് വിശുദ്ധിയോടെ കഴിയാം. നമ്മൾ നോക്കിയിരുന്ന ഒറ്റ വാക്യം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം 18 യേശുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. ഇത്രയും മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. അതിനകത്ത് കുറെ രഹസ്യ മർമ്മങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം അതെല്ലാം കൂടെ ഇന്ന് പറയുവാൻ പോയാൽ ഇനി എനിക്ക് വലിയൊരു റെപ്പറ്റീഷൻ വേണ്ടി വരും. അത് നടക്കില്ല. കർത്താവിന്റെ ജനനം ഇവണ്ണമായിരുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് എത്ര ജനനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വിശദമായിട്ട് നമ്മൾ പഠിച്ചു. കർത്താവിന് 2 ജനനം ഉണ്ടായി. പ്രമേയസദ്രാറിലും പിതാക്കന്മാരത് വർണ്ണിക്കുന്നുണ്ട്. ഒന്ന് പിതാവിൽ നിന്ന് ജനിച്ചവൻ, 2 കന്യകയിൽ നിന്ന് ജനിച്ചവൻ. പിതാവിൽ നിന്നുള്ള ജനനം എങ്ങനെയായിരുന്നുവെന്നും കന്യകയിൽ നിന്നുള്ള ജനനം എങ്ങനെയായിരുന്നുവെന്നും നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. ആരുടെയും തലയിലില്ലല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് ഞാൻ ചെറുതായിട്ട് റിഫ്രഷ് ചെയ്യാം. പിതാവിൽ ജനിക്കുമ്പോൾ അവൻ കാലത്തിന് മുമ്പാണ്. ഈ വാക്ക് കൃത്യമായിട്ട് ഓർമ്മയിരിക്കണം. കാലത്തിന് മുമ്പാണ്. സമയമില്ലാത്ത ഒരവസ്ഥയിലാണ് പിതാവിൽ ജനിക്കുന്നത്. കന്യകയിൽ ജനിക്കുന്നത് കാലത്തികവിലാണ്. എന്ന് പറഞ്ഞാൽ കാലത്തിനുള്ളിൽ, സമയത്തിനുള്ളിൽ വന്നാണ്.
കാലമില്ലാതിരിക്കുന്ന ഒരു കാലം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോ, പക്ഷേ ഇത് ശ്രദ്ധിച്ച് കേട്ടാലേ അല്പം കയറത്തുള്ളൂ. കാലമില്ലാത്ത ഒരു കാലം എന്ന് പറയുവാൻ പറ്റില്ല. കാരണം കാലമില്ലാത്ത കാലമല്ല, അവസ്ഥയാണ്. സമയമില്ല. അത് നമുക്കിനി എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലാവില്ല, നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല. കാരണം നമ്മൾ സമയത്തിനകത്താണ്. നമുക്ക് ഇന്നലെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, നാളെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഇന്ന് എന്ന് പറഞ്ഞാലും മനസ്സിലാവും. പക്ഷേ നിത്യത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അത്ര എളുപ്പമല്ലത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എവിടെയാണ്? ഉറങ്ങുമ്പോൾ നിങ്ങൾ എവിടെയാണ്? ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ഇല്ലേ? നിത്യതയെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാലമില്ലാത്ത ഒരു അവസ്ഥയിൽ പിതാവിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോഴും കാലത്തികവിൽ കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോഴും വലിയ അന്തരമുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അന്തരം എന്താണെന്ന് ചോദിച്ചാൽ, കാലത്തികവിൽ കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്ന രീതി നമുക്കുണ്ട്, നമുക്കറിയാം. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുന്നു, ഒരു കുഞ്ഞ് ജനിക്കും. അപ്പോൾ ആ കുഞ്ഞില്ലാതിരുന്ന ഒരു കാലം ആർക്കുണ്ട്? മാതാപിതാക്കൾക്കുണ്ട്, ഇല്ലേ? കുഞ്ഞില്ലാതിരുന്ന ഒരു കാലം മാതാപിതാക്കൾക്കുണ്ട്. അതുപോലെ അല്ല പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുമ്പോൾ. എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ആ ഗ്രേറ്റ്നെസ് പഠിക്കാൻ വേണ്ടിയാണ്. അത് അറിയുമ്പോൾ കർത്താവിനോട് ഇഷ്ടം വരണം, അതിനാണ്. ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. എന്നോട് ഇത് പറയാനാണ് എനിക്ക് പ്രചോദനം വരുന്നത്. കാലത്തിന് മുമ്പ് പിതാവിൽ ജനിക്കുമ്പോൾ, ഇനിയും പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടണം, പിതാവില്ലാതെ ഇരുന്ന ഒരു കാലം പുത്രനുമില്ല, പുത്രനില്ലാതിരുന്ന ഒരു കാലം പിതാവിനുമില്ല. ഇതെങ്ങനെ മനസ്സിലാവും? എന്നാൽ പിതാവിൽ നിന്നാണ് പുത്രൻ ജനിച്ചത്. പക്ഷെ പിതാവില്ലാതിരുന്നൊരു അവസ്ഥ പുത്രനില്ല, പുത്രനില്ലാതിരുന്ന ഒരു അവസ്ഥ പിതാവിനില്ല. തൽക്കാലം അത്രയും മനസ്സിലാക്കുക. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ്. കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചില്ലേ, ഇത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? അത് നമ്മളുമായിട്ടൊരു റിലേഷനുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ വേറെ എങ്ങൊന്നും കേൾക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജന്മത്തിൻ്റെ, ഈ നമ്മളായിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് പിടികിട്ടും. നിങ്ങൾ എങ്ങൊന്നും കേൾക്കുവാൻ പോകുന്നില്ല. കാരണം ഇതെനിക്ക് ഇന്ന് രാവിലെ കിട്ടിയ ഒരു സന്ദേശമാണ്. കാരണം ഇന്നലെ രാത്രി വരെ ഇരുന്നിട്ടും ഇന്ന് എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ള കാര്യം എനിക്കൊന്നും വരുന്നില്ലായിരുന്നു. ഞാൻ ആകെ വിഷമിച്ചു. ഇതൊക്കെ ഞാനും അച്ഛനും കൂടെ ഒക്കെ ഇതിനു വേണ്ടി പോയി ക്രമീകരിച്ച് വാങ്ങിച്ച സാധനങ്ങളാണ്. ചില കാര്യങ്ങൾ ഭയങ്കര തടസ്സമാണ്. ഞാനിവിടെ വന്ന സമയത്ത് നേരത്തെ വന്നവർ ശ്രദ്ധിച്ചു കാണും, ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. കാരണം ചില കാര്യങ്ങൾ ഇപ്പോഴും പ്രോപ്പർ അല്ല. അതായത് ഇത് കൺവേ ചെയ്യണ്ട എന്നുള്ള ഒരു നിർബന്ധം പോലെ എനിക്ക് തോന്നുന്നു. ഇതുപോലെ തന്നെയായിരുന്നു യേശുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും. അതുപോലെയുള്ള ഒരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ വലിയ അസ്വസ്ഥനായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഒന്നാമതെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ ഓടി നടക്കാൻ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് അങ്ങനെ എല്ലാവരും അറിയണ്ട എന്നുള്ളൊരു നിർബന്ധം പോലെയാണ്. ശ്രദ്ധിക്കുക, പിതാവിൽ നിന്ന് കാലത്തിന് മുമ്പേ യേശുക്രിസ്തു ജനിച്ചു എന്ന് പറയുമ്പോൾ പിതാവില്ലാതിരുന്ന ഒരു കാലം യേശു തമ്പുരാനില്ല, യേശു തമ്പുരാനില്ലാതിരുന്ന ഒരു കാലം പിതാവിനും ഇല്ല. എന്നാൽ കാലത്തിനകത്ത് വന്ന് പരിശുദ്ധ കന്യകമറിയാമിൽ കർത്താവ് ജന്മമെടുക്കുമ്പോൾ അത് ജഡധാരണമാണ്.
മനുഷ്യാവതാരമാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വീണ്ടും വീണ്ടും അത് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തൻ്റെ രക്ഷാപദ്ധതിയിൽ നിർവഹിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സധൈര്യം പറഞ്ഞോളൂ, അവൻ മനുഷ്യനായി തീർന്നതാണ്. അല്ലാതെ ഉയർത്തതോ സ്വർഗാരോഹണം ചെയ്തോ ഒന്നുമല്ല. കാരണം അതൊക്കെ ദൈവത്തിന് സാധിക്കുന്ന കാര്യമാണ്. മരിച്ചവനെ ഉയർപ്പിക്കുക, മരിച്ചവരിൽ നിന്ന് ഉയർക്കുക, സ്വർഗാരോഹണം ചെയ്യുക, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുക, കടലിനെ ശാന്തമാക്കുക, രോഗികളെ സൗഖ്യമാക്കുക, വെള്ളത്തിന്മീതെ നടക്കുക, രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതൊക്കെ ദൈവത്തിന് സാധ്യമായ കാര്യമാണ്. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. എന്നാൽ മനുഷ്യാവതാരം ചെയ്യുക എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോണം, മനുഷ്യാവതാരം ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തിനൊന്നും സാധ്യം അല്ലല്ലോ, സാധ്യമല്ലാതെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞാൽ, മനുഷ്യാവതാരം ചെയ്യുക, ദൈവം ഈ മനുഷ്യന്റെ ശരീരം എടുക്കുക, പ്രത്യേകിച്ച് ആദാമിന്റെ വീണ ശരീരം എടുക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമല്ല, പക്ഷെ അസാധ്യമല്ല. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കറക്റ്റാ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം ഈ ശരീരം എടുക്കുക, നമ്മുടെ ഈ ശരീരം കണ്ടിത്, അത് ദൈവത്തിന് അപ്രാപ്യമല്ല. അതേസമയം അനുയോജ്യവുമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം കുറച്ചൊക്കെ മനസ്സിലായോ? ഇല്ല. ദൈവത്തിന് ഈ ശരീരം എടുക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമല്ല എന്ന് പറഞ്ഞാൽ സാധിക്കും, പക്ഷെ അനുയോജ്യമല്ല. കൊള്ളത്തില്ലെന്ന്. കാരണം ഇത് വീണ ശരീരമാണ്. എവിടെ വീണു? പാപത്തിൽ വീണു. എപ്പോ വീണു? ഞാൻ വീണതുകൊണ്ടല്ല, വല്യപ്പച്ചൻ വീണതാണ്. ആര്? ആദാം ഹൗവ. വല്യപ്പച്ചനും അമ്മച്ചും വീണതുകൊണ്ട് അതിൻ്റെ അനന്തര ഫലം ഈ ശരീരത്തിലുണ്ട്. ആദം പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടല്ല നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളത്. അതെല്ലാം കർത്താവ് കാൽവറിയിൽ തീർത്തു. പക്ഷേ അതിൻ്റെ അനന്തര ഫലമായ 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? 2 കാര്യങ്ങൾ: മരണം, ദ്രവത്വം. ഈ 2 കാര്യങ്ങൾ എല്ലാ മനുഷ്യ ശരീരത്തിലും ഉണ്ട്. എല്ലാ മനുഷ്യ ശരീരത്തിലും ഉണ്ട്. അതുകൊണ്ട് കർത്താവ് ജാതനായപ്പോൾ, കാലത്തികവിൽ മറിയാമിൽ നിന്ന് ജാതനായപ്പോൾ, പിതാവിൽ നിന്ന് ജാതനായതുപോലെ അല്ല. പിതാവിൽ നിന്ന് ജാതനാകുമ്പോൾ അവന് മരണവുമില്ല, ദ്രവത്വമില്ല. അവൻ എന്നേക്കും പിതാവിനോടൊപ്പം നിത്യനായി ഇരിക്കുന്നു. എന്നാൽ ജഡാവതാരം ചെയ്തപ്പോൾ അവൻ മരണമില്ലാതിരിക്കെ സ്വയം മരണമേൽക്കുവാൻ വേണ്ടി മരണകരമായ ഒരു ശരീരം ദൈവം മരണമില്ലാത്തവൻ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് മഹാത്ഭുതം. അതുകൊണ്ടാണ് ജന്മപ്പെരുന്നാൾ നമ്മൾ പാടില്ലേ, ഈ ജന്മം മഹാശ്ചര്യം, ഇത് അത്യാശ്ചര്യം എന്നൊക്കെ ഒരു ഗീതമുണ്ടല്ലേ. ഏത് ഗീതമാണെന്ന് ഓർക്കുന്നില്ല ഞാൻ. നാഥായി നിൻ ജന്മത്തിൻ നാളിൽ വായ്കളിൽ നിന്നെല്ലാം സ്തോത്രം തേ, നിൻ ശ്രേഷ്ഠത തൻ ഉന്നതി കൈവിട്ടു ഹീനതയെ സ്വയമാർന്നോനേവം ജന്മശ്രീദായകനെ
നിൻ ജന്മത്തെ ഉദ്ഘോഷിച്ചിടാൻ ഏകുക മനബലമതിന്. അങ്ങനെ ഒരു ഗീതമുണ്ട്, ഞാൻ ലിറിക്സ് ശരിക്കും ഓർക്കുന്നില്ല. അതായത് കർത്താവ് ഈ ശരീരം എടുക്കുക എന്ന് പറയുന്നത് അനുയോജ്യമല്ല, പക്ഷേ അതവൻ യോജ്യമാക്കി. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. എന്നിട്ട് മരണമുള്ള ശരീരം അവൻ ഏറ്റെടുത്തിട്ട് മരണമില്ലാത്തവൻ മരണം വരിച്ചു. ഇതാണ് കർത്താവിൻ്റെ ജന്മത്തിൻ്റെ പ്രത്യേകതയും കാലത്തികവിലുള്ള മറിയാമിലുള്ള ജന്മവും കാലത്തിന് പിതാവിൽ നിന്ന് ജനിച്ച ജന്മവും തമ്മിലുള്ള വ്യത്യാസം. അത് ഫിലിപ്പിയർ 2:5 എഴുതിയിരിക്കുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇതിനെ പറയുന്നത് കെനോസിസ് എന്നാണ്. കെനോസിസ് തിയറി. ഇതൊരു വലിയൊരു സിദ്ധാന്തമാണ്. ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. അത് നമ്മളതിൻ്റെ ഗ്രാവിറ്റി, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഗൗരവം ഇതുവരെ നാം പിടികിട്ടിട്ടില്ല. പിഞ്ച് കുഞ്ഞിനെ പോലെ ബേത്ലഹേമിൽ പിച്ച വെച്ചവൻ നടക്കുകയാണ്. ആര്? ദൈവം. പിതാക്കന്മാരുടെ പ്രാർത്ഥനകളൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. ആഴങ്ങളെ ഭരിക്കുന്നവൻ പരിശുദ്ധ മാതാവിന്റെ കൈകളിൽ താലോലിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഞങ്ങൾക്കായി കൃപയാൽ ശിശുവായോനേ ബേത്ലഹേമിൽ പിച്ച നടന്നോനേ ദേവാ ദയ ചെയ്തിടണമേ. നിങ്ങളെ ഗ്രാവിറ്റി എന്ത് നല്ല പ്രാർത്ഥനയാണത്. നിങ്ങളത് ഭാവനയിൽ കാണണം. നിങ്ങളുടെ കുഞ്ഞ് പിച്ച വെച്ച് നടക്കുന്നത് പോലെ ദൈവം പിച്ച വെച്ച് നടക്കുക. ആ ഇന്റൻസിറ്റി നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മളുമായിട്ട് ഒരു കണക്ഷനുണ്ട്. നമുക്കും ഇതുപോലെ 2 ജനനം ഉണ്ട്. എന്താണ് ഞാൻ പറഞ്ഞത്? നമുക്കും ഇതുപോലെ 2 ജനനം ഉണ്ട്. ഭയങ്കര ഡിസ്റ്റർബൻസ്. എന്ത് ചെയ്യാൻ? എൻ്റെ ഇതങ്ങ് പോകുമെന്നാലും ഈ കണക്ഷൻ അങ്ങ് പോകും. അതാണ് എൻ്റെ പ്രശ്നം. അല്ലാതെ ഈ ശബ്ദമല്ല പ്രശ്നം. അത് കേൾക്കുമ്പോൾ അങ്ങ് നമുക്ക് ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഓർമ്മ വരത്തുള്ളൂ, അല്ലേ? നമ്മുടെ ജനനം, നമ്മുടെ ബർത്ത്ഡേ. വേറെ എന്തെങ്കിലും നമുക്ക് ഓർമ്മ വരുമോ? വേറെ ഒന്നും ഓർമ്മ വരാറില്ല. എന്നാണ് ഈ ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ദിവസത്തെ പറ്റി മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. വേറെ ഒന്നും നമ്മുടെ മനസ്സിലില്ല. എന്നിട്ട് ആ ദിവസത്തെ നമ്മൾ ഇപ്പോൾ വലിയ ആഘോഷമാക്കിയിട്ടുണ്ട്. അത് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ആരാധനയിൽ പോലും ഇപ്പോൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പള്ളി കത്തിക്കുന്ന ഇടപാടാണ്. കുർബാന കണ്ടില്ലേലും വേണ്ടില്ല, ബർത്ത്ഡേയുടെ പേര് വായിച്ചില്ലെങ്കിൽ അച്ഛനന്ന് കോളം. കുർബാനയ്ക്ക് ഇച്ചിരി വേണമെങ്കിൽ കട്ട് ചെയ്യുകയോ കുറച്ച് കളയില്ല, പക്ഷെ എൻ്റെ പേര് വായിച്ചിരിക്കണം. അതും ബർത്ത്ഡേക്ക് വിശുദ്ധ കുർബാന കഴിഞ്ഞ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ സദ്യയാണ്. ഇത് കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന പോലും പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ക്രിസ്തുസിന്റെ സദറാ ചിന്തകൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്നലെ ആ കാര്യം ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവമാതാവിനുള്ള മധ്യസ്ഥ പ്രാർത്ഥന യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞല്ല ചെയ്യേണ്ടത്. വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് പ്രമിയോൻസദറ വായിച്ച് ധൂപമീശണം. അല്ലാതെ ഈ കുർബാനക്രമത്തിന്റെ അവസാനം കാണുന്ന മധ്യസ്ഥ പ്രാർത്ഥന അല്ലത്. അതെപ്പോഴാണ് നടത്തേണ്ടത്? അതിന് മാതാവിന്റെ ദിവസങ്ങളിൽ, അതായത് ബുധനാഴ്ചയോ
മറ്റ് ഇടദിവസങ്ങളിലോ സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞൊക്കെ ചെയ്യാം. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സദ്യയാണ്. അത് കഴിഞ്ഞൊരു പ്രാർത്ഥനയില്ല, ബർത്ത്ഡേ പ്രാർത്ഥനയും ഒരാവശ്യമില്ല. കാരണം ഈ ബർത്ത്ഡേ കൊണ്ടാടുന്നവരുടെ പേരുകളാണ് തൂയോബ മുതൽ വിശുദ്ധ കുർബാനയുടെ അവസാനം വരെയും ത്രോണോസിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ശേഷം പിന്നെയും നമ്മൾ എന്തൊക്കെയോ ഒരു വാചാല പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആകെപ്പാടെ നമുക്കൊരു പ്രയാസമാണ്. അപ്പോൾ ഇത്രയും നേരം കുർബാനയെ പ്രാർത്ഥിച്ചതൊന്നും ഇവൻ ഏറ്റിട്ടില്ല, അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പാശ്ചാത്യവൽക്കരണം എന്ന് വിശുദ്ധ കുർബാനയിൽ പോലും ഈ ബർത്ത്ഡേ എന്ന് പറയുന്നതിൽ വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. 50 വയസ്സിന് മുകളിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം, ഒരു 40 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി നമുക്കില്ലായിരുന്നു. ഉണ്ടായിരുന്നു? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇല്ല. ഇപ്പോഴാണ് ഈ ബർത്ത്ഡേ വിഷസ് ഒക്കെ ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല. സ്പെഷ്യൽ പ്രെയർ, അതും അൻപടയനോടെ ഇടയ്ക്കൊക്കെ കയറി അങ്ങ് ചൊല്ലുകയാണ്. എന്തിനാണോ എനിക്കറിയാൻ വയ്യ. അത് പ്രാർത്ഥനയുടെ മുഴുവൻ ഫ്ലോയും കളയും. കാരണം പിതാക്കന്മാരുടെ പ്രാർത്ഥനയിലേക്ക് ഒരു നിലവാരമുണ്ട്, അല്ലെങ്കിൽ ആ നിലവാരത്തിൽ എഴുതണം. കാരണം ജന്മദിനം എന്നുള്ളത് പിതാക്കന്മാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് അല്ല. നല്ല പ്രാർത്ഥന ഇങ്ങോട്ട് പ്രാർത്ഥിച്ചു വന്നിട്ട് ഞങ്ങളുടെ മെശിഹാ തമ്പുരാനോട് ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും എന്നുള്ള പ്രാർത്ഥന ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കർത്താവെ ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അത് ചേർച്ചയില്ലല്ലോ മൊത്തത്തില്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലേ? തോന്നില്ല. കാരണം അങ്ങനെയാണ് ഈ പാശ്ചാത്യവൽക്കരണ സുവിശേഷം നമ്മുടെ തലയ്ക്കകത്ത് കയറി പിടിച്ചുപോയി. പിന്നെ പൗലോസ്ലീഹ പറയുന്ന പോലെ നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ എങ്ങനെയായാലും കർത്താവിനെയല്ലേ ആഘോഷിക്കുന്നത്, എന്ത് വേണേലും ചെയ്യും എന്നുള്ള അവസ്ഥയാണ്. ഇനിയിപ്പോൾ അങ്ങനെ സഭയ്ക്ക് പോലും ചെയ്യേണ്ടി വരുന്നുള്ളൂ എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ തിരിച്ചു വരാം, നമ്മുടെ മർമ്മത്തിലേക്ക് വരാം. നമുക്കും ഇതുപോലെ 2 ജനനമുണ്ട്. നമ്മൾ ഈ ഒരു ജനനത്തെ പറ്റിയേ അറിയുന്നുള്ളൂ. അതെവിടെയാണ് ഈ രണ്ടാമത്തെ ജനനം? ശരിക്കും നമ്മൾ അറിയുന്നത് പറയാമോ? ബാക്കി ഈ രണ്ടാമത്തെ ജനനമാണ്. അല്ല, മാമോദീസയൊക്കെ നിങ്ങൾക്കറിയാം. അതൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ല, ഈ സാധനം നിങ്ങൾക്ക് വേറെ കിട്ടൂല. മാമോദീസ വീണ്ടും ജനനം. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. മാമോദീസയിൽ ക്രിസ്തുവിനെ ധരിച്ച് വീണ്ടും ജനിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരവൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ അതല്ല പറയാൻ പോരുന്നത്. പുനരുത്ഥാന ജനനം അതുമല്ല, അതൊന്നുമല്ല. അപ്പോൾ നമുക്ക് വരാം, നമുക്ക് വചനം എടുക്കാം, വചനങ്ങൾ എടുക്കാം. ചുമ്മാ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വചനങ്ങൾ വേണം, അടിസ്ഥാനം വേണം. ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും വേദപുസ്തകം എടുക്കാൻ റെഡിയായിട്ടിരുന്നു. കുറച്ച് വായിക്കണം, മൈക്കിൽ കൂടെ വായിക്കാൻ ടിജുവച്ചന് പറ്റുമെങ്കിൽ മൈക്കിൽ കൂടെ വായിക്കണം. ബാക്കിയുള്ളവർ വായിക്കുന്നത് ഞാൻ മൈക്കിൽ കൂടെ റിപ്പീറ്റ് ചെയ്യും, ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിയാണ്. ഓക്കെ, 2 വചനങ്ങൾ ഞാനിപ്പോൾ പറയാം. സക്രിയയുടെ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. 1-ാം വാക്യം മുഴുവൻ വായിച്ചോളൂ, ഓരോന്നോരോന്ന് വായിച്ചു പോകും. സക്രിയയുടെ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്യം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വായിച്ചോളൂ. പ്രവാചകൻ ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ കർത്താവ് നിർമ്മിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ട്. അതെന്നാണ് എന്ന് നമുക്കറിയില്ല. ശരിക്കും യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ജന്മദിനം അതാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മൾ ഈ പറയുന്ന ജന്മദിനത്തിന് അധികം പ്രാധാന്യം കൊടുക്കാഞ്ഞത്. അതുകൊണ്ട് അതൊന്ന് ആഘോഷിച്ചു പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് സന്തോഷിച്ചതുകൊണ്ടോ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങൾ അച്ഛന്മാരൊക്കെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി, ബർത്ത്ഡേ ആഘോഷിക്കുക, കുഴപ്പമൊന്നുമില്ല, ചെയ്തോ.
പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം, നിനക്ക് മറ്റൊരു ജനനം ഉണ്ട്, നിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദിവസം. ഇല്ലേ, അങ്ങനെ ദിവസം ഉണ്ടോ? ഇനി രണ്ടാമത്തെ വചനം എടുത്തോളൂ. യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായം 16-ാം വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായം 16-ാം വാക്യം. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്നെ എന്ന് പറഞ്ഞ ആരെ? പിന്നീട് എപ്പോഴോ ജനിക്കുവാനിരുന്ന ജഡശരീരത്തിന്റെ കാര്യമല്ല. നിന്നെ, നീ, ദ എസെൻഷ്യൽ ബീയിങ് നേച്ചർ ഓഫ് യുവർ സ്പിരിറ്റ്, അതിനെയാണ് കർത്താവ് ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നത്. യെരമ്യാവിന്റെ പുസ്തകം 1-5 വാക്യം വായിച്ച്. യെരമ്യാവ് 1:5. യെരമ്യാവ് 1:5 എന്താണ് അവിടെ പറയുന്നത്? നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ ജഡശരീരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ എന്തിനെ അറിഞ്ഞത്? ആത്മാവിനെയാണ്. നമ്മുടെ ആത്മാവിനെ കർത്താവ് അറിഞ്ഞിരിക്കുന്നു. ഇനി ഇയ്യോബ് 33:4. ഇയ്യോബ് 33:4. ഇയ്യോബ് 33:4. ആത്മാവിനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സൃഷ്ടിച്ചു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരും. സർവശക്തന്റെ വാസം എനിക്ക് ശ്വാസം എനിക്ക് ജീവനെ തന്നു. അപ്പോൾ ദൈവത്തിന്റെ ശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മജീവനെ തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിശുദ്ധം. റൂഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? റൂഹോ ഹായോ കാദീശോ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഹായോ എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, കാദീശോ എന്ന് പറഞ്ഞാൽ വിശുദ്ധം. റൂഹോ ഹായോ കാദീശോ എന്ന് പറഞ്ഞാൽ ജീവനും വിശുദ്ധിയുള്ള പരിശുദ്ധാത്മാവും. എന്നാൽ റൂഹോ എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അറിയാമോ? യഥാർത്ഥ മലയാള അർത്ഥം കാറ്റ് എന്നാണ്, അല്ലെങ്കിൽ ശ്വാസം എന്നാണ്. ദൈവത്തിന്റെ ശ്വാസം നിന്നെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭാഗമായിട്ട് നിന്നെ സൃഷ്ടിച്ചു. കണക്റ്റഡാണ്. നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ കണക്റ്റഡാണ്. അതായത് സമുദ്രത്തിൽ നിന്ന് ഒരു പൈപ്പ് വലിച്ചിട്ട് ആ പൈപ്പിന്റെ അഗ്രം ദൂരെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വീഴുന്നത് നമ്മുടെ ആത്മാവ്. അതെവിടുന്നാ വന്നത്? സമുദ്രത്തിൽ നിന്ന്. നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ, ആ പൈപ്പിൽ നിന്ന് ശേഖരിച്ചെടുത്താൽ അതിനെ സമുദ്രം എന്ന് വിളിക്കുമോ? ഇല്ല. പക്ഷെ സമുദ്രമല്ലേ? സമുദ്രമാണോ ചോദിച്ചാൽ അല്ല. പക്ഷെ സമുദ്രമാണോ? എന്ന് പറയുന്നതാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ ഭാഗം തന്നെയാണ്. അത് മനുഷ്യാത്മാവാണ്. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് ദൈവാത്മാവിന്റെ ഭാഗമാണ്. ഈ മർമ്മം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ആത്മാവിനെ, അതായത് ഈ സമുദ്രത്തിൽ നിന്ന് പൈപ്പ് കണക്ട് ചെയ്ത് ദൂരെ മാറി ഒരു ടാപ്പ് ഫിറ്റ് ചെയ്ത് അതിലേക്കൂടെ വെള്ളം വരത്തക്കവണ്ണമുള്ള ഒരു കാര്യം നമ്മളെ ജഡം ധരിപ്പിക്കുന്നതിന് മുമ്പേ ദൈവം ക്രമീകരിച്ച് നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. യാക്കോബ് 1:18 എടുക്കാം. യാക്കോബ് 1:18. യാക്കോബിന്റെ ലേഖനം 1:18. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകണം. അച്ഛാ വായിച്ചേ. സൃഷ്ടികളിൽ നാം അവന്റെ സൃഷ്ടികളിൽ
ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ആരാണ്? യേശു. യേശുവിലാണ് ഈ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത്. യേശു ക്രിസ്തുവില്ല. പിതാവിൽ ജനിച്ചവനിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. പിതാവിൽ നിന്ന് ജനിച്ചവനിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ സൃഷ്ടിക്ക് ഇനി ശ്രദ്ധിച്ചു കേട്ടണം, ഈ ആത്മാവിന് രക്തബന്ധം ഉണ്ട് ക്രിസ്തുവേശുവിൽ കൂടി. പക്ഷേ ക്രിസ്തുവേശുള്ള രക്തബന്ധത്താലല്ലാതെ മാനുഷിക രക്തബന്ധം അതിനില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് പറയുന്നത്. അതിന് വചനാടിസ്ഥാനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം വായിക്കും. 1-ാം അധ്യായം 13-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം. അവർ രക്തത്തിൽ നിന്നല്ല. ആര് അതറിയണമെന്നുണ്ടെങ്കിൽ 11-ാം വാക്യം തൊട്ട് വായിക്കണം. അവൻ സ്വന്തത്തിലേക്ക് വന്നു. ആര്? കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. അതാണ് അവർ. ആര്? യേശുവിൽ വിശ്വസിച്ചവർക്ക് കൊടുത്തിരിക്കുന്ന പദവിയാണ് ദൈവമക്കൾ. ഇനി അവർ, ബാക്കി വായിച്ചോളൂ. അവർ രക്തത്തിൽ നിന്നല്ല. പിന്നെ എവിടെ നിന്നാണ്? ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അവർ ദൈവമക്കൾ. അപ്പോൾ അവർ ദൈവത്തിന്റെ ഇഷ്ടത്താൽ ജനിച്ചിരിക്കുന്നു. അത് ആത്മാവ് സൃഷ്ടിക്കപ്പെട്ട ആ ജനനമാണ്. അതുകൊണ്ടാണ് യേശുവിൽ നാം എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നത്. രക്തബന്ധമുള്ളവനും ഇല്ലാത്തവനും, മുടന്തനും അംഗഹീനനും ഉയർന്നവനും താഴ്ന്നവനും എല്ലാം ക്രിസ്തുവിൽ ഒന്നത്രേ. എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ളതാണ് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. മനസ്സിലായോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ ഇതുപോലെ സ്വയ പ്രതിപാദിക്കുന്നുണ്ട്. കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്താണെന്നുള്ളത് അവിടെ പറയുകയാണ്. 1-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. അവനിൽ അച്ഛനൊന്ന് വായിച്ചു. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. തന്റെ ഹിതത്തിന്റെ മർമ്മം, കർത്താവിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. അതെന്താണ് ആ മർമ്മം? അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. എന്താണ് പിന്നെയും ഉപയോഗിക്കാൻ കാര്യം? അതിന് കാര്യമുണ്ട്. കാരണം ഈ ഒന്നാക്കൽ അവസ്ഥയുണ്ടല്ലോ, ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോൾ എല്ലാ ആത്മാവും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു. അതായത് മുമ്പിലത്തെ ഉദാഹരണം തന്നെ എടുക്കാം. സമുദ്രത്തിൽ നിന്ന് ഒരു പൈപ്പ് ലൈൻ അച്ഛൻ്റെ വീട്ടിലേക്ക് വലിച്ചു. വേറൊരു പൈപ്പ് ലൈൻ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. മറ്റൊരെണ്ണം നിങ്ങളുടെ വീട്ടിലോട്ടും വന്നിട്ടുണ്ട്. എല്ലാം ഒരേ വെള്ളമാണ്. ഒറ്റ ആത്മാവാണിത്. എല്ലാവരും ഒന്നാണ്. പക്ഷേ പാപം വന്നപ്പോൾ വെള്ളം പൈപ്പിലേത് കലങ്ങി സമുദ്രത്തിലേക്ക് അവിടെ നിന്ന് നിൽപ്പുണ്ട്. പൈപ്പിന്റെ ഇടയിലാണ് ചെളി കയറിയത്. പൈപ്പിന്റെ ഇടയിൽ ചെളി കയറിയപ്പോൾ താഴേക്ക് വീഴുന്ന വെള്ളം അഴുക്ക് വെള്ളമായിപ്പോയി. ഈ പൈപ്പിലെ ചെളി ശുദ്ധീകരിച്ച് പിന്നെയും
ഈ വെള്ളവും ആ വെള്ളവും അച്ഛൻ്റെ വീട്ടിലെ വെള്ളവും എല്ലാം ഒന്നായി ചേർക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ജഡാവതാരം ചെയ്തത് എന്ന്. അപ്പോൾ ഇതൊന്നുമില്ലാത്ത മലിനമല്ലാത്ത ഒരു ജനനം ആത്മാവിൽ നമുക്കുണ്ടായിരുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോളൂ. മലിനമല്ലാത്ത ഒരു ജനനം ആത്മാവിൽ നമുക്ക് ഉണ്ടായിരുന്നു. എന്നാൽ കാലത്തികവിൽ ജഡത്തിനകത്ത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അതിൽ അപ്പച്ചൻ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം കിടപ്പുണ്ട്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എന്തിനാണോ ഞങ്ങളോട് പറയുന്നതെന്ന് വിചാരിക്കരുതേ ദയവ് ചെയ്ത്. ചിലരുടെയെങ്കിലും മുഖം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. എന്താണ് ഞാൻ പറഞ്ഞത്? കാലത്തികയിൽ, അതായത് നമ്മൾ ജഡത്തിൽ ജനിച്ചപ്പോൾ ദൈവം നമുക്കൊരു ജഡശരീരം അതും അവൻ രൂപപ്പെടുത്തി നമ്മുടെ ഉദരത്തിൽ സൃഷ്ടിച്ചു. അത് നമുക്ക് വചനം എടുക്കാം. ഇനി അതിനും വചനം വേണമല്ലോ, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനായിട്ടുള്ള വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ ചെയ്തിരിക്കാം. അപ്പോൾ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ദാവീദ് പറയുമ്പോൾ അതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നിങ്ങളത് അതിനായിട്ടൊരു വിശദമായ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ജന്മപാപത്തിൻ്റെ കാര്യമല്ല. അത് ദാവീദിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പറയാൻ കൊള്ളാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ദാവീദിൻ്റെ ജനനത്തിനുണ്ട്. അതുകൊണ്ട് ദാവീദ് കുട്ടിക്കാലം തൊട്ടേ വലിയ വേദനയിലാണ് കഴിഞ്ഞിരുന്നത്. സഹോദരന്മാരെല്ലാം ദാവീദിനെ മാറ്റി നിർത്തിയിരുന്നു. അമ്മയും സഹോദരനും ഒക്കെ ദാവീദിനോട് മാറി നിന്നിരുന്നു. ആ സങ്കീർത്തനങ്ങളെല്ലാം അത് പ്രതിഫലിക്കുന്നുണ്ടല്ലേ. ഒരു അന്യനോടോ പരദേശിയോടോ എന്ന പോലെയാണ് എന്നോട് വീട്ടിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് ദാവീദ് പല സങ്കീർത്തനങ്ങളും പറയുന്നുണ്ട്. എന്നെ നിന്ദിച്ചത് ശത്രുവല്ല, എങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു, അല്ലേ? അങ്ങനെ വിവിധ രീതിയിൽ ദാവീദിന്റെ വേദനകളുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഏതായാലും അമ്മയിൽ കൂടി നമുക്കൊരു ജനനമുണ്ട്. നമുക്ക് ജഡവും ദേഹിയും ചേർന്നാണ് ഈ ജനനം സംഭവിക്കുന്നത്. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. 42-ാം അധ്യായം 5-ാം വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായം 5-ാം വാക്യം. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയും അതിലെ ഉൽപ്പന്നങ്ങളെ പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത അപ്പോൾ ആകാശത്തെ വിരിച്ചു, എല്ലാ കാര്യങ്ങളും ജഡത്തിൽ ക്രമീകരിക്കുകയും ചെയ്ത ബാക്കി യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്തു. ഇനി സങ്കീർത്തനങ്ങൾ 22:10 എന്ന് വായിച്ചു. 22:10 സങ്കീർത്തനങ്ങൾ 22:10 സങ്കീർത്തനം 22:10 വേഗം എടുക്കണം. ഗർഭപാത്രത്തിങ്കിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുന്നവനും ദൈവം തന്നെ. സങ്കീർത്തനം 51:5 നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി യെശയ്യാ 66:9 എന്ന് വായിച്ചേ. 66:9 യെശയ്യാവിന്റെ പുസ്തകം 66:9. യെശയ്യാവിന്റെ പുസ്തകം 66:9. ഞാൻ പ്രസവദ്വാരത്തെങ്കിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ? ഞാൻ പ്രസവദ്വാരത്തെങ്കിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് ദൈവം ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മളുടെ ഉള്ളിൽ ജഡശരീരത്തെ ഉരുവാക്കുന്നതും അത് രൂപീകരിക്കുന്നതും കർത്താവ് തന്നെ ആകുന്നു. ഇനി ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സങ്കീർത്തനം 139:13-14 അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം. സങ്കീർത്തനം 139:13-14 വാക്യം. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. അപ്പോൾ ആത്മാവിനെ ദൈവം മെടഞ്ഞു,
അമ്മയുടെ ഉദരത്തിലും മെടഞ്ഞു. ആത്മാവിനെ സൃഷ്ടിക്കുമ്പോൾ അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ അതില്ല. അത് മനസ്സിലാണോന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാലത്തിന് വെളിയിലോട്ട് പോകണം. അത് കർത്താവ് നമ്മളെ നിത്യതയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥാ വ്യാപാരം ദൈവം സൃഷ്ടിച്ചുണ്ടാക്കുകയും ചെയ്തത് കൃത്യമായിട്ട് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആത്മാവിൻ്റെ വ്യാപാരത്തിൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് ഈ ചെറിയ ബുദ്ധിക്കകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ പറ്റില്ല. എന്നാൽ ഈ ലോകത്തിൽ തന്നെ ട്രാൻസെൻഡ് ചെയ്ത് പോയപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ, അങ്ങനെയുള്ളവരുണ്ട്. 1-2 പേരെ കുറിച്ച് ഞങ്ങൾ അച്ഛനും ഞാനും കൂടെ 2 ദിവസം മുമ്പ് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾ അവരെ ഒന്ന് കാണാൻ പോവുകയാണ്. ചിലർ അങ്ങനെയുണ്ട്. ഈ ലോകത്തിൽ നിന്ന് ട്രാൻസെൻഡ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ വായിൽ ദൈവിക കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അവർ ചെയ്യുന്ന ദൈവിക പ്രവർത്തികൾ മാത്രമാണ്. അവർക്കൊക്കെ ചിലപ്പോൾ ഇത് കൂടുതൽ സുഗ്രാഹ്യമായി വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജഡത്തെയും ദേഹിയെയും ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത്. പക്ഷേ ഈ ജഡത്തിനും ദേഹിക്കും ഒരു ഭാരമുണ്ട്. ആ ഭാരം മറ്റൊന്നുമല്ല, മരണവും ദ്രവത്വവും കൂടെ ചേർന്നാണ് ഇതിങ്ങോട്ട് വരുന്നത്. ഈ മരണത്തെയും ദ്രവത്വത്തെയും പരിശുദ്ധ മാമോദീസയിൽ കൂടി നീക്കി. എങ്കിലും ഈ ശരീരം നീക്കപ്പെടും. പുതിയ ശരീരം മാമോദീസയിൽ കൂടി നമുക്ക് തരികയും അതിനുള്ള ഉറപ്പ്, എൻഗേജ്മെൻ്റാണ് അവിടെ നടന്നത്. മനസ്സിലായോ? അതായത് ഈ ശരീരം നീക്കപ്പെടും. കാരണം ഇത് മരണവും ദ്രവത്വവും ഉള്ള ശരീരമാണ്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. കർത്താവ് ഈ ശരീരം തന്നെയാണ് എടുത്തതെങ്കിലും അതിൽ പാപമില്ലാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ അതിൽ മരണമില്ല. കർത്താവ് സ്വയം മരണം വരിച്ചു. പക്ഷേ ശരീരം എന്തിനു വിട്ടുകൊടുത്തില്ല? ദ്രവത്വത്തിന് വിട്ടുകൊടുത്തില്ല. അത് പറ്റില്ലത്. അസ്ഥി ഒടിയുവാൻ പാടില്ല, ദ്രവത്വത്തിന് വിട്ടുകൊടുക്കുവാനും സാധ്യമല്ല. ഇത് രണ്ടും കർത്താവിന്റെ ശരീരത്തിൽ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവവും ദ്രവത്വവും മരണവുമായിട്ട് ബന്ധമില്ല. എങ്ങനെ? ദൈവവും ദ്രവത്വവും മരണവുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് കർത്താവിനെ ഉയർപ്പിച്ചു. ആര് ഉയർപ്പിച്ചു? റോമർ 8-ാം അധ്യായത്തിന്റെ 5-ലാണോ 6-ലാണോ? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന അവന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇത് മാമോദീസായിൽ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് മാമോദീസായിൽ ക്രിസ്തുവിനോടുകൂടി മരിച്ചു, അടക്കപ്പെട്ടു, വെള്ളത്തിൽ നിന്ന് കയറുക എന്ന് പറഞ്ഞാൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. അത് പൂർത്തീകരണമാവുന്നത് കർത്താവിന് 2-ാമത്തെ വരവിലാണ്. അതുവരെ ഈ ജഡശരീരം നമ്മൾ ചുമ്മിയേ പറ്റത്തുള്ളൂ. ഇതിനെ എത്രയും ശുദ്ധിയായിട്ട് കാത്തു സൂക്ഷിക്കുന്നു, അത്രയും നന്മയുള്ള ശോഭയുള്ള പുതിയ ശരീരം കർത്താവ് അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ജഡത്തെ അശുദ്ധമാക്കിയാൽ ആ പണി നീണ്ടുപോകും. കാരണം റോ മെറ്റീരിയൽസ് നമ്മളാണ് കൊടുക്കേണ്ടത്. നമുക്കുള്ള പുതുശരീരം, അതിനുള്ള റോ മെറ്റീരിയൽസ് വിശുദ്ധ ജീവിതത്തിലൂടെ കർത്താവിന് കൊടുക്കേണ്ടത് നമ്മളാണ്. അല്ലാതെ എനിക്ക് വേണ്ടി ഞാൻ മാമോദീസ മുങ്ങി കർത്താവെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമാവുന്നില്ല. ക്രിസ്ത്യൻ ജീവിതത്തിന് 3 സ്റ്റേജസുകളുണ്ട്. 3 സ്റ്റേജസ് പ്രധാനമായിട്ട്. ഒന്ന്, നീതീകരണം. റോമർക്കെഴുതിയ ലേഖനം ഇനി പഠിക്കുമ്പോൾ ഇനിയും നമ്മൾ പഠിക്കുവാൻ പോകുന്ന പ്രധാന കാര്യം നീതീകരണമാണ്. ആരാണ് നീതിമാൻ? ഇവിടെ താഴോട്ട് വായിക്കുമ്പോഴും യോസഫ് നീതിമാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. 2-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിശുദ്ധീകരണം. 3-ാമത്തെ സ്റ്റേജ് മഹത്വീകരണം. ഇത് 3 ഉണ്ട്.
ഇതിൽ നീതീകരണം നമ്മൾ പ്രാപിച്ചു. എങ്ങനെ പ്രാപിച്ചു? എവിടെ പ്രാപിച്ചു? നമ്മൾ എവിടെയാണ് നീതീകരിക്കപ്പെട്ടത്? പറയൂ. അല്ല, അത് ക്രിസ്തുവിന്റെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നീതീകരിക്കപ്പെട്ട ശുശ്രൂഷ ഏതാണ്? പരിശുദ്ധ മാമോദീസായിൽ. പരിശുദ്ധ മാമോദീസായിൽ നമ്മളെ നീതീകരിച്ചു. മരണവും ദ്രവത്വവും എടുത്ത് കളഞ്ഞു. ആ കളഞ്ഞു എന്നുള്ളത് പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിലാണ് എന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ ശരീരത്തിന് അതുണ്ട്. കാരണം ഇത് പാപം ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ വിശുദ്ധിയോടെ കാത്തുകൊണ്ടാൽ പുതിയ ശരീരം നമുക്ക് തരും. മാമോദീസായിൽ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. അതെടുത്ത് പറയണം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ ചെയ്തതുകൊണ്ടോ അപേക്ഷിച്ചതുകൊണ്ടോ യാചിച്ചതുകൊണ്ടോ നോമ്പെടുത്തുകൊണ്ടോ ഉപവാസം എടുത്തുകൊണ്ടോ 1000 പേർക്ക് കഞ്ഞി വെച്ച് കൊടുത്തുകൊണ്ടോ അല്ല നീതീകരിക്കപ്പെട്ടത്. പിന്നെയോ സൗജന്യമായി കർത്താവിന്റെ കൃപയാൽ നീ വാടാ എടുത്തോടാന്ന് പറഞ്ഞു. നിന്നെ നീതീകരിച്ചിരിക്കുന്നു, പൊക്കോ, ശുദ്ധീകരിച്ചിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് സ്വകാര്യത്തിൽ കയറാൻ പറ്റില്ല. നീതീകരിച്ചവൻ വിശുദ്ധിയിൽ ജീവിക്കണം. അതായത് ഈ നീതി കളയാതെ ജീവിക്കണം. നീതി കളയാതെ ഓരോ ദിവസവും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ വളരും തോറും നമുക്ക് കർത്താവ് പ്രദാനം ചെയ്യുന്നതാണ് മഹത്വം. അതിന്റെ പൂർത്തീകരണം കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിനോടൊത്തുള്ള പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും മഹത്വത്തോടു കൂടിയുള്ള തേജസ്സിന്റെ രൂപമായിട്ട് കർത്താവിനോടൊത്തുള്ള വാസമാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം എന്ന് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലോകത്തോടുള്ള അറ്റാച്ച്മെന്റ് കുറയും. കൂട്ടുകാർ നമ്മൾ നകലും. അകലട്ടെ, എനിക്ക് കൂട്ടുകാരൻ കർത്താവ് മാത്രം മതി എന്നുള്ള താല്പര്യത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? പിതാവിൽ നിന്ന് പുത്രന് ഒരു ജനനം, കന്യകയിൽ നിന്നൊരു ജനനം എന്ന് പറയുമ്പോൾ അതേ അവസ്ഥ തന്നെ തത്തുല്യമായി നമ്മളിലും ഉണ്ട്. ആത്മാവിൽ പിതാവിൽ നിന്നൊരു ജനനം, അതുപോലെ തന്നെ നമ്മുടെ മാനുഷിക മാതാവിൽ നിന്ന് നമുക്ക് ഒരു ജനനം. ഇത് രണ്ടും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ദൈവമാണ്. എന്നാൽ നമ്മൾ ആത്മാവിൽ ജനിച്ചപ്പോൾ നമ്മളുടെ ആത്മാവിലും പാപമില്ലായിരുന്നു. പക്ഷെ ജഡത്തിൽ നമ്മൾ ജനിച്ചപ്പോൾ ആദാമ്യ പാപത്തിന്റെ പരിണിത ഫലമായ മരണവും ദ്രവത്വവും വന്നു കയറി. പക്ഷെ മാമോദീസയിൽ അത് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മാറ്റിക്കളഞ്ഞതിനെ വിശുദ്ധീകരണത്തിലൂടെ വിശുദ്ധ ജീവിതത്തിലൂടെ നിലനിർത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ മരണവും ദ്രവത്വവും പിന്നെയും അവിടെ വന്നു കയറും. പക്ഷേ ആകുലപ്പെടേണ്ട. അതിനാണ് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് തന്നിട്ടുള്ളത്. വീണ്ടും വീണ്ടും നമ്മൾ നീതീകരിക്കപ്പെടുവാനും ശുദ്ധീകരിക്കപ്പെടുവാനും മനസ്സിനെ നവീകരിച്ചുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ. തീത്തോസ് 3:4 തീത്തോസ് 3:4 നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദൈവം മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല അവന്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും, അതായത് മാമോദീസ, അതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും തീർന്നില്ല. വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് പലരും ശ്രദ്ധിക്കത്തില്ല. എന്താണ്? നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്നു തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം. ഇതിനെയാണ് പെന്തിക്കോസ്തി എന്ന് പറയുന്നത്. ഇത് ആണ്ടിൽ ഒരിക്കൽ നടത്തുന്ന ശുശ്രൂഷയല്ല. ദിവസവും നമ്മൾ മേൽ വന്നു ചേരുന്ന അനോയിന്റ്മെന്റ് ആണ്. ശിഷ്യന്മാരെ ആരാണ് മാമോദീസ മുക്കിയത്? പറയാം. ആരായിരിക്കും? എഴുതിയൊന്നും വെച്ചിട്ടില്ലെങ്കിലും ആരായിരിക്കും? യേശുമ്പരാനായിരിക്കും ശിഷ്യന്മാരെല്ലാം മാമോദീസ മുക്കിയത്. വേറെ ആരാ? മാമോദീസ മുക്കിയ ശിഷ്യന്മാരോട് സ്വർഗാരോഹണത്തിന്റെ ദിവസം കർത്താവ് പറയുകയാണ്, കാര്യങ്ങൾ കൊള്ളാം, ഒരുത്തനും മിണ്ടണ്ട, പോയി അവിടെ കുത്തിയിരിക്കും, വേറെ സാധനം വരുന്നുണ്ട്.
ഞാൻ ചോദിക്കട്ടെ, മാമോദീസയിൽ അവർക്ക് ലഭിച്ചത് എന്താണ്? കർത്താവ് എന്താണ് കർത്താവിന്റെ മാമോദീസയെ പറ്റി യോഹന്നാനാൽ സാക്ഷീകരിക്കപ്പെട്ടിട്ടുള്ളത്? എന്റെ പിന്നാലെ വരുന്നവൻ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും, അല്ലേ? വെള്ളത്താലും ആത്മാവിനാലും തീ കൊണ്ട് അവൻ സ്നാനം കഴിപ്പിക്കും. അങ്ങനെ വെള്ളത്താലും ആത്മാവിനാലുമുള്ള സ്നാനം ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അവരിൽ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയോ ഇല്ലയോ? ഇറങ്ങി, ഒരു സംശയം വേണ്ട. പക്ഷേ കർത്താവ് പറയുകയാണ്, അത് പോരാ, നിങ്ങളവിടെ പോയിരിക്കും, വേറൊരു അനോയിൻമെന്റ് വരുന്നുണ്ട്. അത് കിട്ടാതെ നിങ്ങൾ സുവിശേഷ വേല ചെയ്താൽ അത് പ്രയോജനപ്പെടില്ല. വിശുദ്ധ ജീവിതത്തിന് ഡെയിലി അനോയിൻമെന്റ് ആവശ്യമാണ്. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടണം. അതിനാണ് രാവിലെ വെളുപ്പിനെയൊക്കെ എണ്ണീച്ചിരുന്ന് കുത്തിയിരുന്ന് ഈ സാധനം വാങ്ങിക്കണം. അല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല. ലോക വ്യാപാരങ്ങളിൽ മാത്രം നടന്നിട്ട് വൈകിട്ട് ഇങ്ങോട്ട് വന്ന് കിടന്നുറങ്ങിയാൽ ഈ സാധനം കിട്ടത്തില്ല. മാമോദീസയിൽ കിട്ടിയതൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അത് പോയിട്ടൊന്നുമില്ല, അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നവീകരിക്കപ്പെട്ടിട്ടില്ല. ധൂപക്കുറ്റിയിൽ കരി കത്തിക്കുമ്പോൾ, ആദ്യം അങ്ങോട്ട് കത്തിക്കുമ്പോൾ നല്ല തിളങ്ങി, നല്ല ചിരട്ട, നല്ല ശോഭയോടുകൂടി ഇരിക്കും. കണ്ടിട്ടുണ്ടോ? അത് കത്തിക്കുന്നവർക്കറിയാം. നല്ല രസം. ആദ്യത്തെ കുന്തിരി ധൂപം അങ്ങോട്ടിടാൻ ഇടുന്ന ആർക്കും ഒരു സന്തോഷമാണ്. ഞങ്ങൾ അച്ഛന്മാരുടെ അടുത്ത് ധൂപക്കുറ്റി കൊണ്ടുവരുമ്പോൾ നല്ല തിളങ്ങി അങ്ങോട്ട് അഗ്നിജ്വാല ഇങ്ങോട്ട് വെട്ടിത്തിളങ്ങി സ്വർണ്ണ സ്ഫടികം പോലെ ഇരിക്കുന്ന കാണുമ്പോൾ അതിലേച്ചിരി കുന്തിരിക്ക് ഇടാൻ ഒരു സന്തോഷമാണ്. പക്ഷെ 2 തവണ ഇട്ടിട്ട് ആ ധൂപക്കുറ്റി അവിടെ എല്ലാം കൊണ്ടുവച്ചിട്ട് പിന്നെ എടുത്തോണ്ട് വന്നു നോക്കി, അതിന്റെ മുകളിലെല്ലാം ചാരമായിരിക്കും. അത് ഊതണം ഇടയ്ക്കിടെയല്ല, ഊതിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നീതീകരണം പ്രാപിച്ചവൻ വിശുദ്ധീകരണം പ്രാപിക്കാതെ തിളങ്ങാതെ നിൽക്കും. ഊതി വിശുദ്ധീകരണം നടത്തുമ്പോഴാണ് അതിൽ കുന്തിരിക്കപ്പെട്ട് നമ്മുടെ ജീവിതം സൗരഭ്യവാസനയുള്ള ജീവിതമായി മാറുന്നത്. അപ്പോൾ നമ്മുടെ 18-ാം വാക്യത്തിൽ തന്നെ നമ്മൾ ഇപ്പോഴും നിൽക്കുകയാണ്, മുമ്പോട്ട് പോയിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 18-ാം വാക്യത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ എനിക്ക് ഒരു വാക്യമെങ്കിലും വായിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യമുണ്ട്. അതുകൊണ്ടൊരു 5 മിനിറ്റും കൂടെ നിങ്ങൾ എന്നെ ഒന്ന് ശ്രവിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുവിധം എങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ വിഷമിക്കുകയേ വേണ്ട. നിങ്ങൾ ഇതൊന്നുകൂടെ ഒന്ന് കേൾക്കുക. ഇത് കേട്ടോണ്ടേയൊക്കെ ഇരിക്കുക. ദൈവവചനം കേട്ടോണ്ടേ ഇരിക്കുക. ദൈവത്തെ പറ്റി കേട്ട്, കർത്താവിനെ പറ്റി കേട്ടോണ്ടേ. ഈ 25 ദിവസം വേറെ ഒന്നിനെ പറ്റി നമ്മൾ ആകുലരാകുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. കടബാധ്യത, വിഷമമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അത് കർത്താവിനുമായിട്ട് ബന്ധപ്പെടുത്തണം. അങ്ങോട്ട് ചിന്തിക്കും. മോന്റെ വിഷയം, മകളുടെ പരീക്ഷ, ജോലി ഭാരം, മനോദുഃഖം, മറ്റിതര മാനസിക നൊമ്പരങ്ങൾ, ഇതൊക്കെ ഉണ്ട്. നമ്മളെ അലട്ടുന്ന വിഷയമാണ്. ഉറക്കമില്ലായ്മ. എല്ലാം കർത്താവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇരുട്ട് നീങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളല്ലാതെ എത്ര ഇരുട്ടിനെ തെള്ളി നീക്കിയാലും ഈ സാധനം പോയില്ല. നിങ്ങളുടെ ഉള്ളിലെ ഭാരം നിങ്ങളായിട്ട് തെള്ളിയാൽ ഇത് വെളി പോയില്ല. മറിച്ച് എന്ത് ചെയ്യണം? വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇരുട്ടുള്ളിടത്ത് പ്രകാശം വരുവാൻ ഇരുട്ടിനെ എടുത്ത് തെള്ളി, വാതിൽ തുറന്നിട്ട് തെള്ളി വെളിയിലോട്ട് ഇടാൻ പറ്റുമോ? ഇല്ല. ഒരു മെഴുകുതിരി കത്തിച്ചാൽ മതി. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം ഉദിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടുകൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം എവിടെ പ്രകാശിക്കുന്നു? ഇരുളിൽ പ്രകാശിക്കുന്നു. അപ്പോൾ ഇരുൾ അതിനെ പിടിച്ചടക്കിയില്ല. വെളിച്ചം വരുന്നിടത്ത് ഇരുളിന് നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഭാരങ്ങളെ പറ്റി കൂടുതൽ ചിന്തിക്കാതെ യേശുവിനെ പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ ഭാരങ്ങൾ നിസ്സാരമായി പോവുകയാണ് ചെയ്യുന്നത്. പൊർഫീരിയോസ് എന്ന് പറഞ്ഞൊരു പരിശുദ്ധൻ അതിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഇപ്പോൾ കോപമുള്ള ഒരാൾ, നല്ല കോപമുള്ള ഒരാൾ, അയാൾക്ക് വലിയ ആഗ്രഹമാണ് ഈ കോപം നീങ്ങിപ്പോകണേ, വലിയ ആഗ്രഹമാണ്. പക്ഷെ അദ്ദേഹം പറയാണ്, കർത്താവിൻ്റെ അടുത്ത് പോയി മുട്ടുമേ നിന്ന്, കർത്താവ് എൻ്റെ കോപത്തെ ഒന്ന് എടുത്തു കളയണമേ എന്ന് പറഞ്ഞിട്ട് വെളിയിലിറങ്ങിയിട്ട്
പ്രാർത്ഥിക്കുന്നതിന് മുമ്പത്തേക്കാളിൽ കോപിഷ്ഠനാവാൻ സാധ്യതയുണ്ട്. അത് കാര്യം എന്താണെന്നറിയാമോ? അങ്ങനെ പ്രാർത്ഥിച്ചല്ല അത് നീക്കേണ്ടത്. പ്രാർത്ഥിച്ച് നീക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. അതിന് അദ്ദേഹം ബ്ലഡ്ലെസ് റിക്വസ്റ്റ് ആൻഡ് ബ്ലഡി റിക്വസ്റ്റ് എന്ന് പറയുന്ന 2 ടൈപ്പിലുള്ള അപേക്ഷകളെ പറ്റി പറയുന്നുണ്ട്. ബ്ലഡ്ലെസ് റിക്വസ്റ്റ് ആൻഡ് ബ്ലഡി റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ രക്തരഹിതമായ അപേക്ഷയും രക്തമുള്ള അപേക്ഷയും എന്ന് പറഞ്ഞാൽ ഒന്ന് അല്പം വികറസ് ആണ്, മറ്റേത് ശാന്തമാണ്. ശാന്തമായ അപേക്ഷ എന്ന് പറയുന്നത്, കർത്താവെ കോപം മാറ്റണമേ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, അവിടെ ചെന്ന് ഇരുന്നുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തെ പറ്റി ചിന്തിക്കുക. കോപത്തെ പറ്റി എടുത്ത് അതിനെ ട്രിഗർ ചെയ്യാതെ. മനസ്സിലായി? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലെ ഇപ്പോൾ ജഡീക ആസക്തിയുള്ള ഒരാൾ, ആ ആസക്തി എങ്ങനെ മാറ്റിയെടുക്കാം? അയ്യോ എനിക്ക് ജഡീക ആസക്തി ഉണ്ടല്ലോ, ഞാൻ പാപം ചെയ്യുവാണല്ലോ, എനിക്ക് ബലഹീനനാണല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ കർത്താവിൻ്റെ സ്നേഹത്തെ പറ്റിയും ബലത്തെ പറ്റിയും ദൈവസന്നിധിയിൽ നിന്ന് കൂടുതൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ ജഡീക ആസക്തിയിലേക്ക് ദൈവസ്നേഹം ഇറങ്ങി ഇത് നള്ളിഫൈ ആയിപ്പോവും, ഇതില്ലാതെ ആയിപ്പോവും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ? എനിക്ക് അനുഭവ സാക്ഷികൾ ഇഷ്ടം പോലുണ്ട്, ഇഷ്ടം പോലെ. കർത്താവ് എനിക്ക് ഭയങ്കര കോപമാണ്, ഞാൻ കോപിഷ്ഠനാണ്, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം. നിങ്ങൾ കർത്താവിന്റെ ശാന്തതയെ പറ്റി ഒന്ന് ധ്യാനിക്കുക. അത് ഇരിക്കണം. കർത്താവിന് തന്നെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ശാന്തതയും സ്നേഹവും ഒഴുകി വരുമ്പോൾ കോപത്തിന് അവിടെ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് വെളിച്ചമാണ്. ഇതിനെയാണ് ബ്ലഡ്ലെസ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. മറ്റേത് ബ്ലഡി റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവെ എൻ്റെ കോപം നീക്കണമേ, ഞാൻ 4 ദിവസം ഉപവാസമൊക്കെ എടുത്ത് കോപം നീക്കി, അങ്ങനെ നീക്കാം. പക്ഷെ എന്തിനാണ് അങ്ങനെ പോകുന്നത്? നിങ്ങൾ കർത്താവിനെ കൂടുതൽ ചിന്തിക്കൂ, കർത്താവിനെ കുറിച്ച് ചിന്തിക്കൂ, യേശുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കൂ, വേറൊന്നും ചിന്തിക്കരുത്. ഈ 25 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി കൈവരുവാനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരണമാകാനും കർത്താവിനെ പറ്റി മാത്രം ചിന്തിക്കുക. എൻ്റെ യേശു മറിയാൻ പറഞ്ഞതുപോലെ, ഏത് മറിയാം? മത്തൽക്കാരത്ത് മറിയാൻ പറഞ്ഞ പോലെ, എൻ്റെ കർത്താവിനെ എവിടെ എടുത്തുകൊണ്ട് പോയത്? എന്തൊരു ചോദ്യമാണത്! വെളുപ്പിനെ എണ്ണീച്ച് കല്ലറയിൽ ഓടി. സ്ത്രീകൾ അങ്ങനെ പോവില്ല വെളുപ്പിനെ എണ്ണീറ്റ്. സ്നേഹമാണ്, സ്നേഹം കാരണം. ആളെ കാണുന്നില്ല, ആള് വിഷമിച്ചു പോയി, ചങ്കിടിച്ചു പോയി. അവിടെ നിന്ന് കാവൽക്കാരനോട് ചോദിച്ചു, എൻ്റെ കർത്താവിനെ, ഇന്നലെ ക്രൂശിച്ച ആ യേശുവിനെ ഒന്നുമല്ല, എൻ്റെ കർത്താവിനെ. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോൾ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അവറിൽ നിന്നെന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. കൊരിന്ത്യർ 2:2 പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ, ബാക്കി പറയാമോ, മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കണമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു. മർത്തോമാസ്ലീഹ പറയുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. ഇതാ മൈ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കർത്താവിനോട് നമുക്ക് എന്ന് വരുന്നോ അപ്പോ നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നീങ്ങിപ്പോകും. പതിയെ അത് ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. നിങ്ങളൊന്നും ചെയ്യുന്നില്ല. ബ്ലഡ്ലെസ് റിക്വസ്റ്റ്. ഒന്ന് മൂവ് ചെയ്യിക്കാൻ വേണ്ടി ഒരു വാക്യം ഞാൻ വായിച്ചേക്കാം, അല്ലെ എനിക്കൊരു പ്രയാസം. ഇനി അടുത്ത ആഴ്ച വരുമ്പോഴും 18-ാം വാക്യത്തിൽ തന്നെ നിൽക്കും. പ്രത്യേകിച്ച് ക്രിസ്മസ് ആണല്ലോ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. യേശു ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിനാലാകുന്നത് യേശുവിൽ പാപം അവൻ്റെ ശരീരത്ത് അവനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അല്ലാതൊരു രീതിയിലുള്ളൊരു ജനനം കർത്താവ് എടുക്കാഞ്ഞതിൻ്റെ കാര്യം, അല്ലാതെ അങ്ങനെ ജനനം എടുത്താൽ ആദാമ്യ പാപത്തിന്റെ പരിണിതഫലം കൂടെ കയറും. കർത്താവ് എടുത്ത ശരീരം, ശ്രദ്ധിച്ചോളാം, കർത്താവ് എടുത്ത ശരീരം ആദാമിന്റെ വീണ ശരീരമാണെങ്കിലും ആദാമ്യ പാപത്തിന്റെ ഒരംശവും ശരീരത്തിൽ എടുക്കുവാൻ ദൈവത്തിന് പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഗർഭിണിയായി.
ഈ ഗർഭോത്പാദനത്തിനെയാണ് അമലോത്ഭവ ജനനം എന്ന് പഠിപ്പിക്കുന്നത്. കർത്താവാണ് ഏക അമലോത്ഭവൻ എന്ന് സഭ പഠിപ്പിക്കുന്നു. പാശ്ചാത്യ സംസ്കാരം അങ്ങനെയല്ല, പരിശുദ്ധ മാതാവും അമലോത്ഭവയാണെന്ന് പഠിപ്പിക്കുന്നു. ഞാൻ അവരെ അതിനെ കുറ്റം പറയില്ല. കാര്യം അതവർ അങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം കർത്താവ് ജനിക്കുവാനിരിക്കുന്ന ഉദരം പരിശുദ്ധമായിരിക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് തെറ്റാണോ? എനിക്ക് ഞാൻ പൗരസ്ത്യ ദർശനത്തിൽ ജനിച്ചതുകൊണ്ടല്ല, പക്ഷെ ഇതാണ് എനിക്ക് ഒന്നുകൂടെ പ്രിയമായിട്ട് തോന്നുന്നത്. ഏത്? പൗരസ്ത്യ ദർശനം തന്നെ. കാരണം മാതാവും ആദാമ്യ പാപത്തിന്റെ പരിണിത ഫലമായ മരണവും ദ്രവത്വവും ഉള്ള ശരീരത്തിൽ തന്നെയാണ് ജനിച്ചത്. ഈ മാതാവിനെയും കൂടെ വീണ്ടെടുക്കുവാനാണ് കർത്താവ് ജന്മമെടുത്തത്. പക്ഷേ എന്താണ് ഞാൻ പറയാൻ വന്നത്? പക്ഷേ ഗബ്രിയേൽ ദൂതൻ മാതാവിൻ്റെ അടുത്ത് വചനിപ്പ് കൊടുത്ത് അവളെ വിശുദ്ധയാക്കി. അന്ന് മുതൽ അവൾ ഓൾ ഹോളി നേച്ചർ ആയി. അവിടെയാണ് കർത്താവ് വസിച്ചത്. അത് വിശ്വസിക്കാനാണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം. കാത്തലിക് സഹോദരങ്ങൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധ മാതാവ് അമലോഭ്യ ജനിച്ചു എന്നാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കർത്താവിൻ്റെ ആ ശ്രേഷ്ഠതയെ എടുത്ത് കാണിക്കുവാനാണ്. പക്ഷെ അവിടെ പൗരസ്ത്യ സഭ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാതാവ് അമലോഭ്യ ജനിക്കണമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ മാതാപിതാക്കളും അങ്ങനെ ജനിക്കണം, വേണ്ടേ? അത് തിയോളജിക്കൽ കോൺഫ്ലിക്ട്സ്. അത് സാരമില്ല, ഇതെല്ലാം ക്രിസ്തുവിലെല്ലാം ഒന്നായി പോയിക്കോളും, കുഴപ്പമില്ല, വിട്ടേര്. അത് ഓരോ രീതിയിലുള്ള വിശ്വാസ അനുഷ്ഠാനങ്ങൾ, അതങ്ങനെ പോയിക്കോട്ടെ. ഏതായാലും പരിശുദ്ധാത്മാവിൽ കർത്താവ് ജന്മമെടുക്കുകയാണ്. കർത്താവാണ് ഏക അമലോത്ഭവൻ, പാപം കൂടാതെ ജനിച്ചവൻ. അത് ജോസഫ് അറിഞ്ഞു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. നമുക്കത് അടുത്ത സെഷനിൽ എടുക്കാം. കാരണം തുടങ്ങിയ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആരാണ് നീതിമാൻ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, അതും കൂടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു വയ്ക്കാം. നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിമാൻ പന പോലെ തളിർത്തിടുന്നേ, ഹല്ലേലൂയ. ആരാണ് നീതിമാൻ? ആരാണ് നീതിമാൻ? ഞാനും അച്ഛനും കൂടെ വഴക്കുണ്ടായെന്ന് വിചാരിക്കുക. വഴക്കുണ്ടായി, വസ്തുതർക്കം. അച്ഛൻ എനിക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിനെതിരെ ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയി സമരം ചെയ്തു. അവസാനം ഗവൺമെന്റ് പറഞ്ഞു ജോൺ സാമുവേൽ അച്ഛൻ്റെ വാദം ജയിച്ചിരിക്കുന്നു, അച്ഛൻ്റെ സമരം, നീതിക്ക് വേണ്ടിയുള്ള സമരം വിജയിച്ചിരിക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. നീതിക്ക് വേണ്ടി ഞാൻ സമരം ചെയ്തു, ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ആരായി? നീതിമാൻ ആയി. ഓ അയ്യോ, ആയോ? അതും ഈ നീതിമാൻ തമ്മിൽ കുലബന്ധം പോലും ഇല്ല കേട്ടോ. ഇപ്പോൾ തുറന്നങ്ങ് പറയാം, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കേട്ടാലും അങ്ങനെ മനസ്സിലാക്കി കൊള്ളട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ്. ചിലപ്പം 10 ചീത്തയൊക്കെ കേൾക്കുമായിരിക്കും, എന്നാൽ സാരമില്ല. ഇപ്പോൾ നമ്മൾ ഇരുപക്ഷക്കാർ തമ്മിൽ കേസും പ്രശ്നങ്ങളുമുണ്ട്. ഏതെങ്കിലും ഒരു കോടതിയിൽ പോയി ഒരു സഭ കേസ് കൊടുക്കുമ്പോൾ ആ സഭയ്ക്ക് നീതി കിട്ടിയെന്ന് അവർ പറയും. മറ്റേ സഭ ജയിക്കുമ്പോൾ അവരും പറയും നീതി കിട്ടിയെന്ന് പറയും. എന്നിട്ട് സ്വയം നമ്മൾ വിചാരിക്കുകയാണ് ഞങ്ങളാണ് നീതിമാന്മാർ. ആ നീതി അല്ല ഈ നീതി. അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ നീതിമാൻ വേറൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ മത്തായിയുടെ സുവിശേഷവും റോമർക്കെഴുതിയ ലേഖനവും പാരലായിട്ട് പഠിപ്പിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ നീതിമാൻ ആരാണെന്ന് പഠിപ്പിക്കും. റോമർക്കെഴുതിയ ലേഖനം ഒന്നെടുത്ത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല
അഭക്തിക്ക് നേരെ ദൈവത്തിൻ്റെ ക്രോധം വരുന്നു എന്ന് നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ആ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. റോമർക്കെഴുതിയ സുവിശേഷം 16-ാം വാക്യം. നമ്മൾ ഏകദേശം ആ ഭാഗം വരെയാണ് നോക്കിയത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ ഏവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് പഠിക്കണം. അത് ചെയ്യുന്നവനാണ് നീതിമാൻ. ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് പഠിക്കണമെങ്കിൽ ആദ്യം അനീതി എന്താണെന്ന് പഠിക്കണം. എന്നാലേ ദൈവത്തിൻ്റെ നീതി മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത്. അത് അടുത്ത ആഴ്ച ഒന്ന് കുറച്ച് പഠിച്ചിട്ട് അതിൻ്റെ അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി പഠിക്കുമ്പോൾ യോസഫിൻ്റെ നീതി, അല്ലെങ്കിൽ യോസഫിനെ എന്തുകൊണ്ട് നീതിമാൻ എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് അല്പസമയം ജീസസ് പ്രേയറിൻ്റെ ശുശ്രൂഷ നിർവഹിച്ച ശേഷം ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തകളെ അവസാനിപ്പിക്കാം. ടിജോച്ചൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചിട്ട് പിന്നീട് ജീസസ് പ്രേയറിലേക്ക് പ്രവേശിക്കാം. ബാറക്കുമോ